QR എന്താ നമുക്ക് അറിയാം. എന്താണ് QR എന്ന് പറയുന്നത്? അത് B തന്നെയാണ്. അപ്പൊ QR ഉണ്ടാക്കുന്ന തീറ്റ ഉണ്ടല്ലോ, നിങ്ങൾ ആംഗിൾ ഉണ്ടല്ലോ, റൈറ്റ്? അപ്പൊ QR എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ആ QR എന്ത് തന്നെയാണ്? അത് B തന്നെയാണ്. കാരണം പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ QR എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? B തന്നെയാണ്. ആ QR ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾ കണ്ടു, ആ ആംഗിൾ നിങ്ങൾ കണ്ടു, റൈറ്റ്? തീറ്റ ചേർന്നുള്ള കമ്പോണന്റ് കോസ്, മറ്റേത് സൈൻ. അപ്പൊ ഞാൻ ഈ QR റിസോൾവ് ചെയ്യാൻ പോവാം. QR റിസോൾവ് ചെയ്യാൻ പോകും. ഞാൻ ആ ട്രയാങ്കിൾ വേണമെങ്കിൽ മാത്രം ഒന്ന് മാറ്റി വെച്ച് കാണിച്ചു തരാം. നോക്കാം, ഇതാണ് QR എന്ന് പറയുന്നത്, റൈറ്റ്? QR ഇതാണ്. ഇവിടെയാണ് തീറ്റ ഉള്ളത്, തീറ്റ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ റിസോൾവ് ചെയ്യാണ്. എക്സിലേക്കും വൈയിലേക്കും റിസോൾവ് ചെയ്യാം, എക്സിലേക്കും വൈയിലേക്കും റിസോൾവ് ചെയ്യാം. ചേർന്നുള്ളത് കോസ്. അപ്പോ ഇതെന്താ വെക്ടർ എന്ന് പറയുന്നത്? ആരാ? QR B ആണ് അല്ലെ? QR B ആണ്. അപ്പൊ ചേർന്നുള്ള എന്ത് വരും? കോസ് വരും. അപ്പൊ താഴെ ഉള്ളതാണ് കോസ്, താഴത്തേക്കാണ് ചേർന്നിരിക്കുന്നത്. എക്സിലേക്കാണ് തീറ്റ ഉള്ളത്. അപ്പൊ അത് B കോസ് തീറ്റ വരും. വൈയിലേക്കുള്ളതോ B സൈൻ തീറ്റ വരും, റൈറ്റ്? ഞാൻ ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു, സെയിം തന്നെയല്ലേ അല്ലെ? റെക്ടാങ്കിൾ പോലെ ഇല്ലേ? അപ്പോ ഇത് തന്നെയാണ് ഇത്. അപ്പൊ ഇതെന്ത് പറയാം? ഇത് B സൈൻ തീറ്റ എന്ന് പറയും. ക്ലിയർ? അപ്പൊ നമുക്ക് ഇത് B കോസ് തീറ്റ എന്ന് കിട്ടി, ഇതെന്ത് കിട്ടി? ഇത് B സൈൻ തീറ്റ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ തീറ്റ ചേർന്ന് വന്നേക്കുന്നത് കോസ്, ഇത് B ആണ്. തീറ്റ എവിടെയാണ്? ഇങ്ങോട്ടേക്കാണ്. അപ്പൊ എക്സിലേക്കുള്ളത് B കോസ് തീറ്റ, വൈയിലേക്കുള്ളതോ B സൈൻ തീറ്റ. ഇത് തന്നെയാണ്. ഇത് റെക്ടാങ്കിൾ പോലെ ഉണ്ട് അല്ലെ? ഓപ്പോസിറ്റ് ഈക്വൽ ആണ്. അപ്പൊ ഇത് B സൈൻ തീറ്റ ആണെങ്കിൽ എന്തായിരിക്കും? അത് B സൈൻ തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അത് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോ ഇതെന്താ വരിക? ഈ കമ്പോണന്റ് എന്താണ്? അത് B കോസ് തീറ്റ ആണ്. എന്താണ്? B കോസ് തീറ്റ. ഇനി എന്താ ഓപ്പോസിറ്റ് ഉള്ളത്? എന്താണ്? B സൈൻ തീറ്റ, റൈറ്റ്? മാർക്കിട്ടാ പറ്റും. എന്താണ് അപ്പോ? B സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പോ ഇത് B ആണെങ്കിൽ ഇത് B, ഇത് തീറ്റ ആണെങ്കിൽ ഇത് B സൈൻ തീറ്റ, ഇത് B കോസ് തീറ്റ, ഇതെന്താണ്? B സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാ കമ്പോണന്റും ക്ലിയർ. ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ നിങ്ങൾ നോക്കാം, എന്ത് ട്രയാങ്കിളാണ് നോക്കുക? ട്രയാങ്കിൾ PTR, ട്രയാങ്കിൾ PTR, PTR എന്ന് പറയുന്ന ട്രയാങ്കിൾ. അത് എന്ത് ട്രയാങ്കിളാ? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? കാരണം ഇവിടെ ആംഗിൾ 90 ഡിഗ്രി അല്ലെ? ഇവിടെ ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പൊ ട്രയാങ്കിൾ PTR എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ക്ലിയർ? അതിലെനിക്ക് എന്താ അപ്ലൈ ചെയ്യാം? റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ? അതിലെനിക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും? പൈതഗോറസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? എനിക്ക് ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്താ പൈതഗോറസ് പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനൂസ് സ്ക്വയർ. ശരിയല്ലേ? ഞാൻ എഴുതാണ്, ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ആരാ ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത്? PR ആണ് ഹൈപ്പോട്ടനൂസ്. PR ആണ് ഹൈപ്പോട്ടനൂസ്. ബേസ് ആരാ? ബേസ് എന്ന് പറയുന്നത് P മുതൽ T വരെയാണ് അല്ലെ? P മുതൽ T വരെ. സോ PT ആണ് ബേസ്. നമുക്ക് PT എന്ന് എഴുതാം. PT സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ്. ആരാ ഹൈറ്റ്? RT ആണ് ഹൈറ്റ്, അല്ലെങ്കിൽ TR ആണ് ഹൈറ്റ്. സോ TR ഹോൾ സ്ക്വയർ. അപ്പോ PTR എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. എനിക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്യാം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഹൈപ്പോട്ടനൂസ് ആരാണ്? PR. അപ്പൊ PR സ്ക്വയർ എന്ന് വരും. ബേസ് ആരാണ്? PT. ബേസ് ആരാണ്? PT സ്ക്വയർ എന്ന് വരും. ഇനി ഹൈറ്റ് ആരാണ്? RT. അപ്പൊ RT സ്ക്വയർ എന്ന് വരും. TR സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? കുഴപ്പമുണ്ടോ? ഇനി ആരാണ് PR? ആരാ PR? റിസൾട്ടന്റ് അല്ലെ? എന്താ പാരലോഗ്രാം എന്ന് പറയുന്നത്? രണ്ട് വെക്ടർ അഡ്ജസന്റ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതേ പോയിന്റിൽ നിന്നുള്ള ഡയഗണൽ എന്തായിരിക്കും? റിസൾട്ടന്റ് ആയിരിക്കും. അപ്പൊ ഇതെന്താണ്? ഇത് R ആണല്ലേ? അപ്പൊ നമുക്ക് R എന്ന് എഴുതാം. വെക്ടർ R ന്റെ മാഗ്നിറ്റ്യൂഡ് R എന്ന് എഴുതാം. R ഈസ് ഈക്വൽ ടു PT. ഞാൻ ഒന്ന് മുറിച്ചെഴുതാണ്. PT എന്ന് പറയുന്നത് PQ പ്ലസ് QT അല്ലേ? P മുതൽ T വരെ എന്ന് പറയുന്നത് P മുതൽ Q വരെ പ്ലസ് Q മുതൽ T വരെ അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ PQ പ്ലസ് QT, PQ പ്ലസ് QT ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത TR സ്ക്വയർ അല്ലെ? TR സ്ക്വയർ അങ്ങനെ എഴുതാം. TR. ക്ലിയർ? അപ്പോ ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ആണ്. അപ്പൊ എന്താ വേണ്ടത്? PR സ്ക്വയർ ആണ്, R സ്ക്വയർ ആണ് അല്ലെ? ഹൈപ്പോട്ടനൂസ് എന്താണ്? PR ആണ്. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ വേണം. അപ്പൊ PR സ്ക്വയർ. പിന്നെ എന്താണ് PR എന്ന് പറയുന്നത്? R ആണ് അല്ലെ? അപ്പൊ R സ്ക്വയർ. ക്ലിയർ? ബാക്കി നോക്കാം. R സ്ക്വയർ ഈസ് ഈക്വൽ
ആരാണ് പി ക്യു? ആരാണ് പി ക്യു എന്ന് പറയുന്നത്? പി മുതൽ ക്യു വരെ ആരാ? വെക്ടർ എയുടെ ലെങ്ത് അല്ലേ? 9 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയാം. ആരാണ് പി ക്യു എന്ന് പറയുന്നത്? എ ആണ്. ക്ലിയർ? ദെൻ പ്ലസ് പ്ലസ് ആരാ? ക്യൂ ടി ഉണ്ട് അല്ലേ? ആരാ ക്യൂ ടി എന്ന് പറയുന്നത്? ക്യൂ ടി ആരാണ്? ക്യൂ ടി എന്ന് പറയുന്നത് ക്യൂ മുതൽ ടി വരെ ആരാണ്? ബി കോസ് തീറ്റ അല്ലെ? ഇത് ബി ആയിരുന്നു, ഇത് തീറ്റയാണ്. അപ്പൊ ചേർന്നുള്ള കമ്പൗണ്ട് ആരാണ്? ബി കോസ് തീറ്റ. അപ്പൊ എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ടി ആർ ഹോൾ സ്ക്വയർ. ടി ആർ ഹോൾ സ്ക്വയർ ആരാ? ടി ആർ എന്ന് പറയുന്നത്? ടി ആർ എന്ന് പറയുന്നത് ബിയുടെ തീറ്റ എവിടെയാണ്? സെക്കൻഡ് സൈഡ് ആണ്. അപ്പൊ ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പൊ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമുല. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. റൈറ്റ്? അപ്പോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇതെല്ലാം. എ സ്ക്വയർ പ്ലസ് 2ab 2 into a b പ്ലസ് ബി സ്ക്വയർ അല്ലെ? ബി കോസ് തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലെ? ശരിയല്ലേ? എ സ്ക്വയർ പ്ലസ് 2 into a into b 2 into a into b കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ അല്ലെ? ബി കോസ് തീറ്റ സ്ക്വയർ. അപ്പൊ ബി സ്ക്വയർ വരും, കോസ് സ്ക്വയർ തീറ്റ വരും. ദെൻ അടുത്തത് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ക്ലിയർ? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ രണ്ടിലുണ്ട്. കോമൺ ആക്കി എടുക്കാറ്. ബി സ്ക്വയർ കോമൺ ആക്കി എടുത്തു. ഇവിടെ ആരാ ബാക്കിയുള്ളത്? കോസ് സ്ക്വയർ തീറ്റ ബാക്കിയുണ്ട് പ്ലസ് അവിടെയോ സൈൻ സ്ക്വയർ തീറ്റ ബാക്കിയുണ്ട്. ശരിയല്ലേ? ആരാണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? 1 ആണ്. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ എന്താ നോക്കി? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആ ബി സ്ക്വയർ ആദ്യം എഴുതി, രണ്ടാമത് എഴുതി ബി സ്ക്വയർ അല്ലെ? ബി സ്ക്വയർ ഇൻറ്റു 1 എത്രയാ? ബി സ്ക്വയർ തന്നെയാണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ആരാണ്? 2ab കോസ് തീറ്റ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. എനിക്ക് ആറാണ് വേണ്ടത്. അപ്പോ ആർ സ്ക്വയറിന് 6 കാണും. എന്താ ചെയ്യണ്ടേ? റൂട്ട് കണ്ടാൽ മതി. ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ വരിക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഈ എയിലും ബിയിലായിരിക്കില്ല, പി ക്യൂലായിരിക്കും. ആലോചിച്ച് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്നായിരിക്കും നിങ്ങൾ പരിപാടി ഉണ്ടാവുക. സെയിം തന്നെയാണ് അല്ലെ? പിക്ക് പകരം എ വന്നു, ക്യൂവിന് പകരം ബി വന്നു. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു രണ്ട് വെക്ടറിന്റെ റിസൾട്ടിനാണ് ഇക്വേഷൻ കിട്ടി. ആർ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചാൽ മിക്കവാറും എങ്ങനെയായിരിക്കും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ക്ലിയർ? അപ്പൊ ഡെറിവേഷൻ പഠിക്കണം. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ട് പഠിക്കാം. ഇങ്ങനെ ചെയ്യാം. വെക്ടർ എ എടുക്കാം, വെക്ടർ ബി എടുക്കാം. ആംഗിൾ ബിറ്റ്വീൻ എന്താണ്? തീറ്റയാണ്. ഇവിടുത്തെ റിസൾട്ടിനായിരിക്കും ആർ എന്ന് പറയുന്നത്. കഴിഞ്ഞു. ബാക്കി പാരലോഗ്രാം കൺസിഡർ ചെയ്യും. ഇത് ബി ആണെങ്കിൽ ഇത് ബി, റൈറ്റ്? പിന്നെ ഇവിടെ ഒരു നീട്ടി വരയ്ക്കുമ്പോൾ റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. തീറ്റ ഇതാണ്. ഇത് ബി ആണെങ്കിൽ ചേർന്നുള്ളത് ബി കോസ് തീറ്റ, ഇത് ബി സൈൻ തീറ്റ. പിന്നെ നോക്കിയപ്പോ ഇതിന്റെ ട്രയാങ്കിളാ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് അപ്ലൈ ചെയ്തു. ഹൈപ്പോട്ടനസ് 6 ആണ്. എന്താ ബേസ് എന്ന് പറയുന്നത്? ബേസ് പി മുതൽ ടി വരെ ഉണ്ട്. അപ്പോ എ പ്ലസ് ബി കോസ് തീറ്റ ആണ് ബേസ് എന്ന് പറയുന്നത്. ആരാണ് ഹൈറ്റ്? ബി സൈൻ തീറ്റ ആണ്. പൈതഗോറസിൽ കൊണ്ടേ കൊടുക്കുക. ലാസ്റ്റ് ആർ ഇക്വേഷൻ കിട്ടിക്കോളും. എഴുതി പഠിക്കണം. ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഡയറക്ഷൻ കളറിലൊരു എടുക്കാം കേട്ടോ. നോക്കാം. അപ്പൊ നമ്മള് ഡയറക്ഷൻ കാണാല്ലേ, ആറിന്റെ ഡയറക്ഷൻ കാണാല്ലേ, അല്ലെങ്കിൽ ആറുണ്ടാക്കുന്ന ആംഗിൾ കാണുന്ന ഒരു ഡെറിവേഷൻ ആണ്. ചെറിയ ഡെറിവേഷൻ ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതിന്റെ ബാക്കി തന്നെയാണ്. നോക്കാം. ഇതാണ് ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, റൈറ്റ്? പാരലോഗ്രാം വരച്ചു കഴിയുമ്പോൾ ഇതാണ് ആർ എന്ന് പറയുന്നത്, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതെന്താ വരിക? ഇത് ബി കോസ് തീറ്റ, ഇതെന്തായിരുന്നു? ബി സൈൻ തീറ്റ അല്ലെ? ഇത് ബി ആണെങ്കിൽ ഇത് ബി, ഇത് ബി കോസ് തീറ്റ അല്ലെ? തീറ്റയാണ് അല്ലെ? ബി കോസ് തീറ്റ, ഇത് ബി സൈൻ തീറ്റ, റൈറ്റ്? ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ആൻഡ് എ, അതാണ് ആൽഫ എന്ന് വിളിച്ചു. ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ആൻഡ് വൺ ഓഫ് ദി വെക്ടർ എ ആരാ? ആറിന്റെയും എക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ. തീറ്റ എന്തായിരുന്നു? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആയിരുന്നു. എന്നാൽ ആൽഫ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ആൻഡ് വൺ ഓഫ് ദി വെക്ടർ ആരാ? എ. അപ്പൊ ആറിന്റെയും എക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ ആൽഫ കാണാം. എന്താ ടാൻ ആൽഫ വരിക? ഒരു ട്രയാങ്കിളിന് ടാൻ തീറ്റ കാണുന്നത് എങ്ങനെയാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കാം. എഗെയിൻ ആ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ ആരായിരുന്നു? പി ക്യു ആർ എസ് ആണ് ട്രയാങ്കിൾ, പാരലോഗ്രാം. പി ടി ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കും. എന്ത് ട്രയാങ്കിളാ? റൈറ്റ് ട്രയാങ്കിളാണ്. പി ടി ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കാം, അത് റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പൊ ടാൻ ആൽഫ വേണം. ടാൻ തീറ്റ കാണുന്നത് എങ്ങനെയാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആര് ഓപ്പോസിറ്റ് വരുന്നത്? ഓപ്പോസിറ്റ് വരുന്നത് ആരാ? ബി സൈൻ തീറ്റ അല്ലെ? റൈറ്റ് ട്രയാങ്കിൾ തന്നെ നോക്കണം. ഏതെങ്കിലും ട്രയാങ്കിൾ പോരാ, റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്? അത് ബി സൈൻ തീറ്റ ആണ്. ചാടി കയറി ബി എടുക്കരുത്. ബി ഓപ്പോസിറ്റ് ആണ്, പക്ഷെ എന്തല്ല? റൈറ്റ് ട്രയാങ്കിൾ അല്ല അല്ലെ? നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ തന്നെ വേണം. അപ്പൊ ആരാ വരുന്നത്? ഇതാ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? ബി സൈൻ തീറ്റ. ബി സൈൻ തീറ്റ എന്ത് വന്നു? ബി സൈൻ തീറ്റ ഓപ്പോസിറ്റ്. ഇനി ആരാ? അഡ്ജസന്റ് സൈഡ്. ആൽഫയുടെ ചേർന്നുള്ള സൈഡ് ആരാ? എ മാത്രം മതിയോ? പി ക്യു മാത്രം മതിയോ? പോരാ, റൈറ്റ് ട്രയാങ്കിൾ തന്നെ ആയിരിക്കണം. അപ്പൊ പി മുതൽ ടി വരെ വേണം. അപ്പോഴേ റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് ആവത്തുള്ളൂ അല്ലെ? അപ്പൊ പി ടി എന്ന് പറയും. അപ്പൊ എന്താ വരിക? പി ക്യു പ്ലസ് ക്യു ടി, അതായത് എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആൽഫ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടന്റ് ആൻഡ് വെക്ടർ എ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചാൽ ഇങ്ങനെ ആയിരിക്കും. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതായിരിക്കും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കേസിനകത്ത് ക്വസ്റ്റിനകത്ത് എയും ബി എന്നായിരുന്നു. അപ്പൊ നമ്മൾ എയും ബിയും തന്നെ ഡിറൈവ് ചെയ്യണമായിരുന്നു. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് വെക്ടർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇതും കൂടെ നമ്മൾ ചെയ്യണം. ആർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഇതും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? പാരലോഗ്രാം law is used to find the resultant of two vectors. Find the magnitude and of the resultant of these two vectors in terms of their magnitudes and the angle between them. കണ്ടുപിടിച്ചു. R is equal to root of a square plus b square plus 2ab cos theta. ഡെറിവേഷൻ പഠിച്ചു. ഇൻ കേസ് റിസൾട്ടന്റ് ആംഗിൾ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതും കൂടെ ചെയ്ത് വെക്കാം. ടാൻ ആൽഫ is equal to b sin theta by a plus b cos theta. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. If A is perpendicular to B, what is the value of A dot B? നമുക്ക് A dot B കാണണം. കാര്യം പറയുന്നുണ്ട് എന്താണ്? A is perpendicular to B ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ A and B എന്ന് പറയുന്നത്? A is perpendicular to B ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ A and B എന്താ? 90 ഡിഗ്രി ആണ് അല്ലെ? തീറ്റ എന്താണ്? 90 ഡിഗ്രി ആണ്. നമുക്ക് എന്ത് കാണണം? A dot B കാണണം. എന്താ A dot B വരിക? AB cos θ ആണ് ഇക്വേഷൻ. അപ്പൊ എന്ത് വരും? AB cos എന്താണ് ആംഗിൾ ബിറ്റ്വീൻ A and B? 90 ഡിഗ്രി. cos 90 എത്ര? cos 90 0. അപ്പൊ എന്ത് വരും? A dot B എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ A and B എന്താണ്? 90. അപ്പൊ A dot B എന്താ വരിക? AB cos 90. എന്താണ് cos 90? 0. അപ്പൊ എന്താ A dot B കിട്ടുക? 0 എന്ന്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ബി പാർട്ട് നോക്കാം. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ the force F is equal to 3I plus 4J minus 5K Newton and displacement D is equal to 5I plus 4J plus 3K. ആക്ച്വലി നമുക്ക് വർക്ക് എനർജി പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ കയറി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ചെയ്യണ്ടായി. എന്തായാലും വെക്ടേഴ്സ് പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് ഫോഴ്സ് അറിയാം, ഡിസ്പ്ലേസ്മെന്റ് അറിയാം. അങ്ങനെയാണ് എന്ത് കാണണം? അതിലെ ആംഗിൾ കാണും. ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി കാണും. ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി കാണും അല്ലെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വർക്ക് എനർജി പഠിച്ചിട്ടുണ്ടാവും. വർക്ക് കാണാൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആംഗിൾ കണ്ടാൽ മതി, വർക്ക് കണ്ട ആവശ്യമില്ല. ആംഗിൾ കണ്ടാൽ മതി. അപ്പൊ അതിന്റെ തീവ്രം എന്താ? കോൺസെപ്റ്റ് എന്താണ്? നോക്കി, A dot B എന്ന് പറയുന്നത് നമുക്കറിയാം AB cos θ ആണ്. AB cos θ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ cos θ വരിക? cos θ is equal to A dot B by AB ആയിരിക്കില്ലേ? ശരിയല്ലേ? ഇതാണ് നമ്മളോട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. A dot B എന്താണ്? വെക്ടർ A dot B എന്താണ്? AB cos θ ആണ്. അങ്ങനെയാണെങ്കിൽ cos θ എന്താ? A dot B by AB. ക്ലിയർ? അതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് അറിയാലോ. എന്താണ് എഫ് എന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത് 3I plus 4J minus 5K ന്യൂട്ടൺ. ഓക്കെ, എന്താണ് ഡി എന്ന് പറയുന്നത്?
5i plus 4j plus 3k മീറ്റർ. എന്താണ് ഫോഴ്സ്? 3i plus 4j minus 5k. എന്താ ഡിസ്പ്ലേസ്മെന്റ്? 5i plus 4j plus 3k. അപ്പൊ നമുക്ക് രണ്ട് വെക്ടർ അറിയാം. എയും ബിക്കും പകരം എഫും ഡി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് വെക്ടർ അറിയാം. ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വേണം ആംഗിൾ കാണണമെങ്കിൽ? കോസ് തീറ്റ കാണണമെങ്കിൽ ആദ്യം എ ഡോട്ട് ബി കാണണം. അതുപോലെ എയുടെ ബിയുടെ മാഗ്നിറ്റ്യൂഡ് വേണം. അല്ലെ, ഇത് വെറും എ അല്ല, അല്ലെ, വെക്ടർ അല്ല, എന്ത് മാത്രമാണ്? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അല്ലെ, വെക്ടറിന്റെ സിമ്പിൾ ഇല്ല. അതുപോലെ ബി അങ്ങനെ തന്നെയാണ്. ഇത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ആണെങ്കിൽ താഴെ എന്താ? വെറും എ ബി എന്ന് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? എ ഡോട്ട് ബി കാണണം. അതായത് ഇവിടെ എന്താ? എഫ് ഡോട്ട് ഡി കാണണം. ശരിയല്ലേ? നമുക്ക് ആദ്യം എഫ് ഡോട്ട് ഡി കാണാം. എഫ് ഡോട്ട് ഡി കാണാം, അല്ലെ, എഫ് ഡോട്ട് ഡി കാണാം. രണ്ട് വെക്ടർ എന്നാൽ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത്? ഐയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ചുമ്മാ ആഡ് ചെയ്യുക. ഡോട്ട് കാണാൻ ഈസിയാണ്. ഐ ഉണ്ടെങ്കിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെ ഉണ്ടെങ്കിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെ ഉണ്ടെങ്കിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ്? നോക്കാം നമുക്ക്. ഐയുടെ അല്ലെ 3 5 ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ 3 into 5 ചെയ്യും. 3 into 5 3 into 5 ഐ തമ്മിൽ മൾട്ടിപ്ലൈ. മാറിപ്പോയിട്ട് നോക്കണം കേട്ടോ. ചിലപ്പോൾ ഓർഡർ ഒക്കെ മാറ്റി തരും. ജെ ആദ്യം തരും, ഐ അവസാനം തരും. അപ്പൊ നിങ്ങൾ ശരിക്കും നോക്കി ചെയ്യണം. ഐ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യും. അപ്പൊ ഐയുടെ തമ്മിൽ കുറിച്ച് 3 into 5. അടുത്ത 4 into 4 അല്ലെ, 4 into 4 പ്ലസ് അടുത്തോ -5 into 3. തെറ്റിക്കരുത്, -5 into 3 -5 ആണ്. -5 into എല്ലാം കൂടെ ആഡ് ചെയ്യും. 3 into 5 4 into 4 -5 into 3 എല്ലാം കൂടെ ആഡ് ചെയ്യും. ക്ലിയർ? 3 into 5 നമുക്കറിയാം 15 പ്ലസ് പ്ലസ് ആണ്. 4 into 4 നമുക്കറിയാം 16 പ്ലസ് -5 into 3 എത്രയാ? -50. അപ്പോ പ്ലസ് ഇൻറ്റു മൈനസ് നമുക്കറിയാം. പ്ലസ് ഇൻറ്റു മൈനസ് എന്താ? മൈനസ് ആണ്. അപ്പൊ 15 -15 വരും. രണ്ട് കട്ടായി പോയിട്ട് ബാക്കി എന്ത് കിട്ടും? ആൻസർ നമുക്ക് 16 കിട്ടും. അപ്പൊ നമുക്ക് എഫ് ഡോട്ട് ഡി കിട്ടി. എഫ് ഡോട്ട് ഡി കിട്ടി എന്താണ്? 16 കിട്ടി. ആരാ എഫ് ഡോട്ട് ഡി? വർക്കാൻ നമുക്ക് അറിയാം, അല്ലെ. അപ്പൊ 16 കിട്ടി. അപ്പൊ എഫ് ഡോട്ട് ഡി നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. അതായത് എ ഡോട്ട് ബി നമുക്ക് കിട്ടി. ഇനി താഴെ എ ഉണ്ട്, ബി ഉണ്ട്. അതായത് എയുടെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് എ എന്ന് പറയുന്നത്, വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ബി എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പൊ നമുക്ക് എ മാത്രം കാണാം, അല്ലെ. എ എന്താണ്? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. എങ്ങനെ കാണാം? ഇങ്ങനെ കാണാൻ ഈസി ആയിട്ട് ചെയ്യാം, അല്ലെ. ഒരു വെക്ടർ എന്ന് പറയുന്നത് നോക്കാം. ഒരു വെക്ടർ എന്ന് പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk ആണെന്ന് വിചാരിച്ചു. ഒരു വെക്ടർ പി എന്ന് പറയുന്നത് എന്താണ്? xi പ്ലസ് yj പ്ലസ് zk ആണെങ്കിൽ എന്തായിരിക്കും എന്റെ മാഗ്നിറ്റ്യൂഡ്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ആയിരിക്കും. അതാണ് എന്റെ കോൺസെപ്റ്റ്. xi പ്ലസ് yj പ്ലസ് zk എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാ? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ എയുടെ ഇവിടെ എഫും ഡി ആണ്, അല്ലെ, എ അല്ല. റൈറ്റ്? നമുക്ക് ചെയ്യാം, നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ കൊടുക്കാം, അല്ലെ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? കോസ് തീറ്റ എന്ന് പറയുന്നത്, കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം എയും ബി മാറ്റി കൊടുക്കാം. എഫ് ഡി വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി ബൈ എഫ് ഡി ആണ്. നമ്മൾ എഫ് ഡോട്ട് ഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എഫ് വേണം, ഡി വേണം. റൈറ്റ്? അപ്പൊ നമ്മൾ എഫ് കാണാൻ പോവാണ്. എന്താണ് എഫ് എന്ന് പറയുന്നത്? എഫ് എന്താ? ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എന്താ വരിക? റൂട്ട് ഓഫ് എഫ് നമുക്കറിയാലോ, ഇതാണ് എഫ്. ഇങ്ങനെ എന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -5 സ്ക്വയർ. ശരിയല്ലേ? xi പ്ലസ് yj പ്ലസ് zk ആണെങ്കിൽ എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണാം? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. അതുപോലെ എഫ് നമുക്കറിയാം 3i പ്ലസ് 4j പ്ലസ് -5k ആണ്. അപ്പൊ എങ്ങനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് -5 സ്ക്വയർ. അല്ലേ? ശരിയല്ലേ? എന്താ വരിക നോക്കി? റൂട്ട് ഓഫ് 9 പ്ലസ് 16 പ്ലസ് 20. 9 പ്ലസ് 16 പ്ലസ് 25 എന്താ വരിക? റൂട്ട് 50 എന്ന് വരും. റൂട്ട് 50 എന്ന് വരും. ഓക്കെ അല്ലേ? അടുത്ത ഇതേപോലെ ഡിയുടെയും എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് വേണം. ഡിയുടെ എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് വേണം. അപ്പൊ ഡി കാണാൻ പോവാണ്. എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഡി വെക്ടർ നമുക്കറിയാം 5i
പ്ലസ് 4j പ്ലസ് 3k. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണും. എന്താ വരിക? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എന്താ വരിക? റൂട്ട് ഓഫ് 5 സ്ക്വയർ നമുക്കറിയാലോ 25 പ്ലസ് 4 സ്ക്വയർ 16 9. എന്താ കിട്ടുക? എഗെയിൻ നമുക്ക് റൂട്ട് 50 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 50 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എഫ് ഡോട്ട് ഡി ആദ്യമേ കണ്ടുപിടിച്ചു. കാരണം എ ഡോട്ട് ബി ആണ് നമുക്ക് ഈ കേസ് നമ്മൾ അറിയണമല്ലോ അല്ലെ. കോസിക്കൽ എ ഡോട്ട് ബി ബൈ എ ബി എന്ന് അറിയാം. അപ്പൊ എ ഡോട്ട് ബി കാണണം, ഓരോ വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ് കാണും. ഇവിടെ എക്കും ബിക്കും വരെ എഫും ഡി ആണ്. അപ്പൊ നമ്മൾ എഫ് ഡോട്ട് ഡി കാണായിരുന്നു. അപ്പൊ എഫ് ഡോട്ട് ഡി കണ്ടുപിടിച്ചു, 16 കിട്ടി, 16 കിട്ടി. ഇനി അതുപോലെ എ കാണണം, ബി കാണണം, അതായത് എഫ് കാണണം, ഡി കാണണം. ഓരോ വെക്ടറിന്റെ എന്ത് കാണണം? മാഗ്നിറ്റ്യൂഡ് കാണണം. കണ്ടുപിടിച്ചു, കൊണ്ടേ കൊടുത്താൽ മതി. അപ്പൊ കോസ് തീറ്റ ഇസ് എന്താ വരിക? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി നമ്മൾ കണ്ടുപിടിച്ചു 16 ബൈ എഫ് എന്താ? എഫ് റൂട്ട് 50 ഇൻറ്റു എന്താ? ഡി എന്താ? റൂട്ട് 50 എന്ന്. റൂട്ട് 50 തന്നെയാണ്, റൈറ്റ്? അപ്പൊ എന്താ വരിക? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 16 ബൈ 50 എന്ന് വരും അല്ലെ. റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 എന്താ? റൂട്ട് 50 ഹോൾ സ്ക്വയർ 50 എന്ന് വരും, റൈറ്റ്? അപ്പൊ കോസ് തീറ്റ ഇസ് എന്താ വരിക? 16 ബൈ 50 എന്ന് വരും. ക്ലിയർ? അതായത് കോസ് തീറ്റ ഈക്വൽ ടു എന്താ വരിക? 100 ആക്കാൻ വേണ്ടി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.32 എന്ന് വരും. 0.32 എന്ന് വരും. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0.32 എന്ന് വരും. താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 32 ബൈ 100 വരും. എന്താണ്? 0.32 എന്ന് വരും. കോസ് തീറ്റ 0.32 വരുന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആംഗിളിന്റെ കേസ് നിങ്ങൾക്ക് അറിയില്ല അല്ലെ. നിങ്ങൾക്ക് 45 അറിയാം, 30 അറിയാം, 60 അറിയാം, 120 അറിയാം. അങ്ങനെ ചില ആംഗിളിന്റെ വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് അറിയൂ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ എന്താ? തീറ്റയല്ലേ വേണ്ടേ? അപ്പൊ കോസിന് അപ്പുറം കൊണ്ടുപോകാം. ഫോർ എക്സാമ്പിൾ പ്ലസ് 2 മാത്സിൽ പഠിക്കും. തീറ്റയാണ് വേണ്ടേ? അപ്പൊ തീറ്റ ഇസ് എന്താ വരിക? കോസ് ഇൻവേഴ്സ് 0.32 എന്ന് എഴുതിയാൽ മതി. അത്രയും മതി ആൻസർ. കോസ് ഇൻവേഴ്സ് 0.32. കാൽക്കുലേറ്ററിൽ കോസ് ഇൻവേഴ്സ് കാണാൻ പറ്റും. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ. സയന്റിഫിനകത്ത് അധികം പേര് ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ കോസ് ഇൻവേഴ്സ് കാണാൻ പറ്റത്തില്ല. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.32 എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? കോസ് തീറ്റ നമുക്ക് കിട്ടുന്നത് 0.32, അറിയാത്തൊരു വാല്യൂ ആണ്. ഇൻ കേസ് കോസ് തീറ്റ നമുക്ക് 0.5 കിട്ടുന്നത് നമുക്ക് അറിയാം ആംഗിൾ എത്രയാണ്? 60 എന്ന് അറിയാം. ഇൻ കേസ് കോസ് തീറ്റ ഈക്വൽ ടു 0.5 കിട്ടിയാൽ നമുക്കറിയാം കോസ് തീറ്റ എപ്പോഴാണ് 1/2 വരുന്നത്? 60ക്കാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് തീറ്റ ഈക്വൽ എന്ത് ചെയ്തായിരുന്നു? കറക്റ്റ് ആയിട്ട് 60 നിലായിരുന്നു, 60 ഡിഗ്രി നിലായിരുന്നു. ഇവിടെ അങ്ങനെ പറ്റത്തില്ല. കോസ് തീറ്റ 0.32 ആണ്. ആ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പൊ കോസ് തീറ്റ എന്ത് എഴുതാനേ പറ്റുള്ളൂ? കോസ് ഇൻവേഴ്സ് 0.32. മിക്കവാറും പേര് കാൽക്കുലേറ്ററിനകത്തും ഇൻവേഴ്സ് കാണാൻ പറ്റത്തില്ല. അപ്പൊ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.32 എഴുതിയാൽ മതി. മാർക്ക് കൂട്ടിക്കോളും. ആംഗിൾ ശരിക്കും ആംഗിൾ കാണുന്നില്ല, അങ്ങനെ തന്നെ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കാണാൻ പറഞ്ഞാൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ എ ബി. എ ഡോട്ട് ബി കാണണം, എയും ബിയും കാണണം, കൊണ്ടേ കൊടുക്കുക. അപ്പൊ കോസ് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ അറിയാവുന്ന ആൻസർ ആണെങ്കിൽ കോസിന്റെ വാല്യൂ അറിയാവുന്ന ആംഗിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം? നേരെ ആംഗിൾ എടുത്ത് എഴുതാം. അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.32 എഴുതിയാൽ മതി. പോയിന്റ് എന്താണോ അത് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ അറിയണം ചെയ്യണമെങ്കിൽ വെക്ടർ എന്നാൽ എങ്ങനെ മാഗ്നിറ്റ്യൂഡ് കാണാമെന്ന് അറിയണം. ക്ലിയർ? എ ഡോട്ട് ബി എങ്ങനെ ചെയ്യാം അതറിയണം. എങ്ങനെ എ ഡോട്ട് ബി ചെയ്യുന്നത്? ഐയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അവസാനം എന്ത് ചെയ്യാം? ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ എയുടെ മാഗ്നിറ്റ്യൂഡ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടേ കൊടുക്കുക. അപ്പൊ കോസ് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും, അതിൽ നിന്ന് തീറ്റ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. Find whether the given vectors 2i plus 3j plus 4k and 4i plus 6j plus 8k are parallel or not. തന്നേക്കുന്ന രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണോ നോക്കണം. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്? 0 ആയിരിക്കും. അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് നോക്കാം. ആൻസർ 0 ആണെങ്കിൽ അത് രണ്ടും പാരലൽ ആയിരിക്കും. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഒരു വേറെ മെത്തേഡ് പഠിക്കാം. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ക്രോസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 കിട്ടും. കാരണം പാരലൽ ആണെങ്കിൽ എന്താ ആംഗിൾ വരിക? 0. എന്താണ് എ ക്രോസ് ബി? എ ബി സൈൻ തീറ്റ. അപ്പൊ പാരലൽ ആണെങ്കിൽ ആംഗിൾ 0. അപ്പൊ എന്താ വരിക? എ ബി സൈൻ 0 എന്ന് വരും. എന്താണ് സൈൻ 0? 0. അപ്പൊ എന്താ എ ക്രോസ് ബി കിട്ടുക? 0 എന്ന് കിട്ടും. അപ്പൊ ഈ രണ്ട് വെക്ടർ പാരലൽ ആണെങ്കിൽ രണ്ടിന്റെയും കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ കിട്ടണം? 0 കിട്ടണം. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്കറിയാം വെക്ടേഴ്സ് കൊടുക്കണം. ഞാൻ വെക്ടർ എ ഇസ് ഈക്വൽ ടു എന്താണ്? 2i plus 3j plus 4k, റൈറ്റ്?
വെക്ടർ ബി ഇസ് ഈക്വൽ ടു 4i പ്ലസ് 6j പ്ലസ് 8. അപ്പോൾ വെക്ടർ എ നമുക്കറിയാം, വെക്ടർ ബി നമുക്കറിയാം. രണ്ടിന്റെ കൂടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടു നോക്കാം. അപ്പോൾ ആ എങ്ങനെയാണ് ക്രോസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വേറെ മെത്തേഡ് ഉണ്ട്, അത് ഞാൻ അവസാനിച്ച് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാം നോക്കില്ല കേട്ടോ. എങ്ങനെ ചെയ്യാം ക്രോസ് പ്രോഡക്റ്റ്, എങ്ങനെ ചെയ്യാം നോക്കിയിരിക്കല്ല. ഡിറ്റർമിനന്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഐ എഴുതാം, ജെ എഴുതാം, കെ എഴുതാം. ഓക്കെ, ഡിറ്റർമിനന്റ് ആണ്. ഐ എഴുതി, ജെ എഴുതി, കെ എഴുതി. ഓരോ വെക്ടറിനായിട്ട് എഴുതാം. 2 ഐയുടെ താഴെ എഴുതി, 3 ജെയുടെ താഴെ എഴുതി, കെയുടെ അവിടെ 4. ഓക്കെ, ബിയുടെ അവിടെ ഐയുടെ അവിടെ 4 ആണ്, 4 എഴുതി, 6 എഴുതി, 8 എഴുതി. ശരിയല്ലേ? 2 3 4 2 3 4 4 6 8 4 6 8. ക്ലിയർ ആണ്. എങ്ങനെ ഡിറ്റർമിനന്റ് കാണാൻ പറ്റും? എങ്ങനെ കാണാൻ പറ്റും? ഐ ഇൻറ്റു ഫസ്റ്റ് റോ ഒഴിവാക്കുക, ഫസ്റ്റ് കോളം ഒഴിവാക്കുക, ഫസ്റ്റ് റോ ഒഴിവാക്കുക, ഫസ്റ്റ് കോളം ഒഴിവാക്കുക. ബാക്കിയുള്ളത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ബാക്കിയുള്ളത് 3 into 8 24 മൈനസ് 4 into 6 24. എങ്ങനെയാണ്? ഐ എഴുതി, ഐ ഇൻറ്റു എഴുതി, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എഴുതി, അത് ഐ ആണ്, ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റ് റോ ഒഴിവാക്കി, ഫസ്റ്റ് കോളം ഒഴിവാക്കി. ബാക്കിയുള്ളത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം എപ്പോഴും ലെഫ്റ്റ് മോളിൽ നിന്ന് റൈറ്റ് താഴത്തോട്ട്. 3 into 8 24 മൈനസ് 4 into 6 24. ഓർഡർ മാറിപ്പോയത്. എപ്പോഴും ഇത് തന്നെ ആദ്യം ചെയ്യണം, ഇത് ചെയ്യരുത്. എപ്പോഴും 3 into 8 വേണം ചെയ്യാൻ. ലെഫ്റ്റ് മോളിൽ നിന്ന് റൈറ്റ് താഴത്തേക്ക് വേണം ചെയ്യാനായിട്ട്. 3 into 8 മൈനസ് 4 into 6. ഓക്കെ, ക്ലിയർ? അടുത്ത ജെ ആണ് എഴുതുന്നത് അല്ലെ. പക്ഷേ പ്ലസ് ജെ അല്ല, മൈനസ് ജെ. സൈൻ മാറ്റി, മൈനസ് ഓക്കെ. മൈനസ് ജെ ഇൻറ്റു അഗൈൻ ബ്രാക്കറ്റ്, മൈനസ് ജെ ഇൻറ്റു ആരാ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ജെ ഇൻറ്റു മൈനസ് ആണ്, പ്ലസ് അല്ല, മൈനസ് ജെ ഇൻറ്റു. എന്താ ചെയ്യണ്ടേ? ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കുക. ഇങ്ങനെയാണ് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കുക. അപ്പൊ ആരൊക്കെ വരും നോക്കി? ആരൊക്കെ വരിക? ഫസ്റ്റ് റോ എന്ത് ഒഴിവാക്കണം? സെക്കൻഡ് കോളം ഒഴിവാക്കണം അല്ലെ. നോക്കുക എല്ലാവരും. ഫസ്റ്റ് റോ ഒഴിവാക്കി, അതുപോലെ സെക്കൻഡ് കോളം ഒഴിവാക്കി. ബാക്കി ആരൊക്കെ ഉള്ളത്? 2 8 4 4 2 8 4 4 2 8 4 4. ഓക്കെ, അപ്പോ മൈനസ് ജെ എടുത്തിട്ട് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കിയിട്ട് ബാക്കി നോക്കുക. 2 4 4 8 ഉണ്ട്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ലെഫ്റ്റ് മോളിൽ നിന്ന് റൈറ്റ് താഴത്തോട്ട് ആദ്യം. 2 into 8 എത്ര? 2 into 8 16 മൈനസ് പിന്നെന്താ? 4 into 4. ക്രോസ് ആ മൾട്ടിപ്ലൈ ഉണ്ട് അല്ലെ. 4 into 4 16. ഓക്കെ, അപ്പൊ ജെയിൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം പ്ലസ് ഐ സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ ടൈം എന്താ? മൈനസ് ചെയ്യണം. അടുത്ത തേർഡ് ടൈം എന്താ? തേർഡ് ടൈം വരിക, അത് പ്ലസ് ചെയ്യണം. അപ്പൊ പ്ലസ് മൈനസ് പ്ലസ്, സൈൻ മാറി അല്ലെ. ആദ്യം പ്ലസ് ഐ, പിന്നെ മൈനസ് ജെ, പിന്നെ പ്ലസ്. ഓക്കെ, അഗൈൻ ബ്രാക്കറ്റ്. ഇനി എങ്ങനെ ചെയ്യാം നോക്കിക്കോ. അപ്പോ മൂന്നാമത്തെ ആണ്, കേഴാണ് അല്ലെ. അപ്പൊ അഗൈൻ ഫസ്റ്റ് റോ ഒഴിവാക്കാം, തേർഡ് കോളം ഒഴിവാക്കാം. ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കാം. ഇനി ആരൊക്കെ ബാക്കിയുള്ളത്? 2 6 3 4. ശരിയല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം ആരും മൾട്ടിപ്ലൈ ചെയ്യണം? ലെഫ്റ്റ് മോളിൽ വേണം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ലെഫ്റ്റ് സൈഡ് മോളിൽ 2 into 6 എത്രയാ? 12 മൈനസ് ആണ്. 4 into 3 into 4 എന്താ വരിക? 12. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ ആൻസർ നോക്കി? ഐ ഇൻറ്റു 24 മൈനസ് 24 0. അപ്പൊ 0 വരും. മൈനസ് ജെ ഇൻറ്റു 16 മൈനസ് 16 0. അപ്പൊ 0 ജെ. കെ ഇൻറ്റു 12 മൈനസ് 12 അപ്പോഴും 0. അപ്പൊ 0. അപ്പൊ എന്താ ആൻസർ കിട്ടിയത്? 0 നല്ല ആൻസർ കിട്ടിയത് അല്ലെ. അപ്പൊ എ ക്രോസ് ബി 0 ആണ്. അപ്പൊ എ ക്രോസ് ബി 0 ആണെങ്കിൽ ആലോചിച്ച് നോക്കാം. നമുക്കറിയാം എ ക്രോസ് ബി എന്താണ്? എ ക്രോസ് ബി എന്ന് പറയുന്നത്
മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ എ ബി സൈൻ തീറ്റയാണ് അല്ലെ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ എ ബി സൈൻ തീറ്റയാണ്. എ ബി സൈൻ തീറ്റ. അപ്പൊ അത് 0 വന്നം എന്നുണ്ടെങ്കിൽ എപ്പോഴേ 0 വരുള്ളൂ? ഒന്നെങ്കിൽ എ 0 ആവണം, അല്ലെങ്കിൽ ബി 0 ആവണം, അല്ലെങ്കിൽ സൈൻ തീറ്റ 0 ആവണം അല്ലെ. ഒന്നെങ്കിൽ എ 0 ആവണം, അല്ലെങ്കിൽ ബി 0 ആവണം, അല്ലെങ്കിലോ സൈൻ തീറ്റ 0 ആവണം. എ 0 ആണോ? അല്ല. ബി 0 ആണോ? അല്ല. അപ്പൊ എന്താണ് 0 വന്നേക്കണേ? സൈൻ തീറ്റയാണ് 0 വന്നേക്കണേ. സൈൻ എപ്പോഴാ 0 വരുന്നേ? തീറ്റ 0 ആവുന്ന സമയത്ത്. തീറ്റ 0. അപ്പൊ രണ്ട് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 0 ആണ്. അപ്പൊ രണ്ട് വെക്ടർ ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അത്, എങ്ങനെയായിരിക്കും അത്? പാരലൽ ആയിരിക്കും. നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ബി ആർ. അപ്പോ രണ്ട് വെക്ടേഴ്സ് കൊണ്ട് പാരലൽ ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? രണ്ടിന്റെ ഇവിടെ ക്രോസ് നോക്കുക. ക്രോസ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും പാരലൽ ആയിരിക്കും. നോൺ 0 ആണെങ്കിൽ അത് പാരലൽ ആയിരിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടത്തെ ക്വസ്റ്റ്യൻ രണ്ട് വെക്ടർ എന്നേക്കാണ് ഇത് ചോദിച്ചേക്കാണ്, ഇത് രണ്ടും പാരലൽ ആണോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 0 കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വെക്ടറും പാരലൽ ആണ്. 0 അല്ല എന്നുണ്ടെങ്കിൽ അത് പാരലൽ ആയിരിക്കില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?